ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ബ്രെഡ് ഫ്രൂട്ട് അഥവാ കടച്ചക്കയുടെ ഒരു സീസണാണല്ലോ ഇപ്പോൾ. ഇന്ന് നമുക്ക് കടച്ചക്ക കൊണ്ട് വളരെ രുചികരമായ 2 വിഭവങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. കടച്ചക്കയുടെ പുറമെല്ലാം ചെത്തി നടുവിലെ കൂഞ്ഞിയും കളഞ്ഞ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളിന്ന് ആദ്യം കടച്ചക്ക എങ്ങനെ പുഴുങ്ങാമെന്ന് കണ്ടു നോക്കാം. കടച്ചക്ക പുഴുങ്ങിയത് കാന്താരി ചമ്മന്തിയും കൂട്ടി കഴിക്കുന്നത് ഓർത്തിട്ട് തന്നെ നാവിൽ വെള്ളം വരുന്നു. ഒരു ബ്രെഡിനും അതിൻ്റെ 7 അയലത്ത് പോലും വരാൻ പറ്റില്ല. അത്രയ്ക്കും രുചിയാണ് കടച്ചക്ക പുഴുങ്ങിയതിനും കാന്താരി ചമ്മന്തിക്കും. അപ്പോൾ പുഴുങ്ങാനായിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിലും സൈസിലും കടച്ചക്ക കഷ്ണമാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഒരുപാട് തേങ്ങയൊന്നും വേണ്ട. ഒരു 1/2 കപ്പ് തേങ്ങ വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അടിച്ച് പാൽ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട, 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇഷ്ടമുള്ളവർക്ക് കുറച്ച് തേങ്ങ തിരുമ്മിയതും ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടി സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമ്മൾ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ചക്ക വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു കാന്താരി ചമ്മന്തി ഉണ്ടാക്കി വെക്കാം. അതിന് നമുക്ക് ആവശ്യത്തിന് കാന്താരിയും ഒരു 6-7 ചെറിയ ഉള്ളിയും എടുത്ത് വെക്കാം. ഇനി ഇത് അരഞ്ഞു പോകാതെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. കാന്താരി ഉള്ളിയും ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇച്ചിരി നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ ചമ്മന്തിക്ക് രുചി കിട്ടുകയുള്ളൂ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. കടച്ചക്ക പുഴുങ്ങിയതിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കാന്താരി ചമ്മന്തി. ഇനി അടപ്പ് തുറന്ന് വെള്ളം പറ്റിയോ ചക്ക വെന്തോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആ ചട്ടുകം കൊണ്ട് ഒരു കഷ്ണം ഒന്ന് മുറിച്ച് നോക്കാം. ചക്ക വെന്തിട്ടുണ്ട്, വെള്ളവും പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കണം. അങ്ങനെ കടച്ചക്ക പുഴുങ്ങിയതും ചമ്മന്തിയും റെഡിയായിട്ടുണ്ട്. കടച്ചക്ക ഇതേ രീതിയിൽ പുഴുങ്ങി നോക്കി കാന്താരി ചമ്മന്തിയും കൂട്ടി കഴിച്ചിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കണം. ഇനി നമ്മുടെ അടുത്ത വിഭവമായ കടച്ചക്ക ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. അതിന് ചെത്തി കഷ്ണമാക്കി കഴുകി കൊണ്ടുവന്നിരിക്കുന്ന ചക്ക ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. കനം കുറച്ച് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൽ എണ്ണ വെച്ച് ചൂടാകുമ്പോൾ അതിലിട്ട് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. കനം കുറച്ച് അരിയണം, എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. എണ്ണ അടുപ്പിൽ വെച്ച് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് കടച്ചക്ക നമുക്ക് അരിഞ്ഞത് ഒന്ന് വിടർത്തി ഇടണം. അങ്ങനെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല, എന്നാലും ഒന്ന് വിടർത്തി ഇടുന്നതാകുമ്പോൾ ഒട്ടാതിരുന്നോളും. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ചക്ക അരിഞ്ഞത് ഇടാവൂ. നമ്മൾ നേരത്തെ 2 തരം ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒന്ന് ചക്ക ഉപ്പേരിയും അതുപോലെ തന്നെ ഏത്തക്ക ഉപ്പേരിയും പറക്കുന്ന വിധമാണ് ഇട്ടിട്ടുള്ളത്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. ഉപ്പേരി വറക്കുമ്പോൾ നമ്മൾ എണ്ണയിൽ കുത്തി നിറച്ച് അരിഞ്ഞത് ഇട്ട് വറക്കരുത്. കുറേശ്ശെ ഇട്ട് വറക്കുന്നതാണ് ഉപ്പേരി ക്രിസ്പായിട്ട് കിട്ടാനും വേഗം മൂത്ത് കിട്ടാനും സഹായിക്കുന്നത്. കുത്തി നിറച്ച് നമ്മളിട്ടാൽ ഉപ്പേരി മൂക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം അതവിടെ കിടന്ന് വേകും, വെന്തിട്ടാണ് മൂക്കുന്നത്. അപ്പം നമുക്ക് ഉപ്പേരിക്ക് നിറവും കിട്ടത്തില്ല, അതുപോലെ നല്ല ക്രിസ്പിനെസ്സും കിട്ടത്തില്ല, ഒരു കടുകടാന്നായിപ്പോവും. ഉപ്പേരി വറക്കുമ്പോൾ നല്ല പൊരിഞ്ഞിരിക്കാനാണ് നമ്മൾ ഇതുപോലെ കുറേശ്ശെ ഇട്ട് വറക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. മൂക്കുന്നത് വരെയും ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. വറുത്ത് കോരാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ നമ്മൾ സ്വല്പം ഉപ്പിട്ട് നേരത്തെ റെഡിയാക്കി വെക്കണം. മൂത്താലുടനെ നമുക്ക് അതിലേക്ക് കോരിയിടാനായിട്ട്. മറ്റുള്ള ഉപ്പേരികൾ നമ്മൾ തിളനിന്ന ഉടനെ കോരിയെടുക്കും, നിറം പോകാതിരിക്കാനായിട്ട്. അതേസമയത്ത് കടച്ചക്ക ചെറുതായിട്ട് ചുമന്നതിന് ശേഷം മാത്രമേ കോരിയെടുക്കാവൂ, എന്നാലേ കടച്ചക്ക നല്ലതായിട്ട് ക്രിസ്പി ആയിട്ടിരിക്കുകയുള്ളൂ. ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം.
മുഴുവൻ കോരിയതിന് ശേഷം എണ്ണ നന്നായി തോർത്തിയിട്ട് നമുക്ക് ഉപ്പിട്ട പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടോടെ തന്നെ ഉപ്പിട്ട പാത്രത്തിലിട്ട് ഉപ്പേരിയുടെ എല്ലായിടത്തും ഉപ്പ് പിടിക്കത്തക്ക പോലെ നമുക്കൊന്ന് കുടഞ്ഞ് കൊടുക്കാം. വറുത്തെടുത്തോണ്ട് വന്ന ഉപ്പേരി ഞാനൊന്ന് മുറിച്ച് കാണിക്കാം. ഉണ്ടോ, നല്ല ഉപ്പേരിയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉപ്പേരിയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കയും കൂടെ എണ്ണയിലിട്ട് മൂപ്പിച്ച് വറുത്ത് കോരിയെടുക്കാം. ഇന്ന് കണ്ട 2 വിഭവങ്ങളും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഇനിയും നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.